ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും നിഷ ടീച്ചറിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 പാർട്ടും കണ്ടു കാണുമല്ലോ. അടുത്ത പാർട്ട് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ട് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസിനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയ രീതിയിൽ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഫിഫ്ത്ത് ജനറേഷൻ വരെയുള്ള കമ്പ്യൂട്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ജനറേഷനായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. 1940 മുതൽ 1956 വരെ ആയിരുന്നു കമ്പ്യൂട്ടറുകളുടെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നിലനിന്നിരുന്നത് 1940 മുതൽ 1956 വരെ ആയിരുന്നു. ഒന്നാം തലമുറയിൽ നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി വാക്യൂം ട്യൂബായിരുന്നു. വാക്യൂം ട്യൂബിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. കൂടാതെ ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്, അല്ലേ? അതായത് ഒരു വലിയ റൂമിൽ നിറയെ വെക്കാൻ അത്ര വലിയ സൈസുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നത്. അന്ന് ഉപയോഗിച്ച ടെക്നോളജിയാണ് വാക്യൂം ട്യൂബ്. കൂടാതെ ഈ മെഷീനുകളിൽ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന പോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന C++, അല്ലെങ്കിൽ VB, അല്ലെങ്കിൽ ജാവ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊന്നും തന്നെയല്ല ഉപയോഗിച്ചിരുന്നത്. മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സ് 0ഉം 1ഉം ഉപയോഗിച്ച് എഴുതുന്ന ബൈനറി ലാംഗ്വേജ് ഉപയോഗിച്ചാണ് മെഷീൻ ലാംഗ്വേജ് എഴുതിയിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ചില കമ്പ്യൂട്ടറുകളാണ് താഴെ പറയുന്നത്. ആദ്യത്തേത് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നായിരുന്നു ഫുൾ ഫോം. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ENIACൻ്റെ ഫുൾ ഫോം ഇതായിരുന്നു: ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. രണ്ടാമത്തെ മെഷീൻ EDVAC. എന്തായിരുന്നു ഫുൾ ഫോം? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. മൂന്നാമത്തേത് UNIVAC ആയിരുന്നു. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് ഫുൾ ഫോം. ഈ 3 കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നതാണ്. കൂടാതെ ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോൺസെപ്റ്റാണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്. ഇത് ജോൺ വോൺ ന്യൂമാനാണ് നിർമ്മിച്ചത്. അതിനാൽ അതിനെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കോൺസെപ്റ്റിൽ
പ്രധാനമായും അടങ്ങിയിരുന്നത് ഒരു ഇൻപുട്ട് യൂണിറ്റ്, പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഡേറ്റയും ഇൻഫർമേഷനും ഒക്കെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ഒരു മെമ്മറി യൂണിറ്റ്, കൂടാതെ ചെയ്ത പ്രവർത്തനങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുവാൻ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് 2 കമ്പോണൻസ് ഉണ്ടായിരുന്നു, കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും. ഇതായിരുന്നു വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇവിടെ ആ ആർക്കിടെക്ചർ വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു ചിത്രം കൂടി തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എക്സാമുകൾക്ക് ചോദിക്കാറുമുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വളരെ ബൾക്കി സൈസായിരുന്നു. കൂടാതെ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് പുറത്തുവിടുന്ന തരം കമ്പ്യൂട്ടറുകളുമായിരുന്നു. സൈസ് വളരെ വലുതാണ് എന്നത് കൂടാതെ തന്നെ വളരെയധികം ചൂട് അല്ലെങ്കിൽ ഹീറ്റ് പുറന്തള്ളുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ കൂടി ആയിരുന്നു. ഇത് രണ്ടും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം ഒരു സൈസ് ഇത്ര വലുതായത് കൊണ്ട് തന്നെ അത് പോർട്ടബിൾ ഒന്നും ആയിരുന്നില്ല. നമുക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാനൊന്നും കൊണ്ടു നടക്കാനൊന്നും കഴിയുമായിരുന്നില്ല. ഒരു വലിയ റൂമിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അടുത്തത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. 56 വരെ ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ അല്ലേ? ആ 56 തുടങ്ങി 63 വരെ 1963 വരെയാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. രണ്ടാം തലമുറ കമ്പ്യൂട്ടേഴ്സ്. രണ്ടാം തലമുറ കമ്പ്യൂട്ടേഴ്സിൻ്റെ ചിത്രം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം തലമുറയേക്കാൾ തീർച്ചയായിട്ടും സൈസ് അല്പം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ട്രാൻസിസ്റ്റേഴ്സാണ്. വാക്വം ട്യൂബിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. അപ്പോൾ സൈസ് അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയും പറയാനുണ്ട്, ഇവിടെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജാണ്. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജാണ്, അതായത് 0ഉം 1ഉം ഉൾപ്പെടുന്ന ബൈനറി നമ്പേഴ്സ്, 0ഉം 1ഉം മാത്രം ഉൾപ്പെടുന്ന ബൈനറി നമ്പേഴ്സാണ് മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂമോണിക് കോഡ്സ് എന്നറിയപ്പെടുന്ന കുറച്ച് സിംബോളിക് നെയിംസ് ഉൾപ്പെടുത്തിയാണ് അസംബ്ലി ലാംഗ്വേജ് എഴുതുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ച 2 കമ്പ്യൂട്ടേഴ്സാണ് IBM 14601ഉം IBM 1620ഉം. ഇനി എന്തൊക്കെയായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ? സെക്കൻഡ് ജനറേഷനിൽ മാഗ്നറ്റിക് കോർ മെമ്മറിയും മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറിയും ഉപയോഗിച്ചിരുന്നു. സെക്കൻഡറി മെമ്മറി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. കൂടാതെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഫോർട്രാനും കോബോളും ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ സെക്കൻഡ് ജനറേഷനിലാണ്. ഫോർട്രാൻ, കോബോൾ എന്നീ ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ജനറേഷനിലാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് സൈസ് ചെറുതായിരുന്നു. മാത്രമല്ല കുറച്ചുകൂടി പവർഫുൾ ആയിരുന്നു. പ്രവർത്തന വേഗതയും കൂടുതലായിരുന്നു. സ്മോളറാണ്, പവർഫുള്ളാണ്, ഫാസ്റ്ററാണ്. കൂടാതെ ലെസ് എക്സ്പെൻസീവും ആയിരുന്നു. ഇവ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്നത് ഫസ്റ്റ് ജനറേഷനേക്കാൾ കുറച്ച് കുറവായിരുന്നു. അതുപോലെ തന്നെ എമിറ്റ് ചെയ്തിരുന്ന ഹീറ്റിൻ്റെ അളവും കുറവാണ്. എങ്ങനെ പറഞ്ഞാലും ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കുറേ കൂടി അഡ്വാൻറ്റേജസ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ടായിരുന്നു. സ്മോളറാണ്, പവർഫുള്ളാണ്, ഫാസ്റ്ററാണ്. കൂടാതെ ഇതിൻ്റെ എക്സ്പെൻസും കുറവായിരുന്നു. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്നതും കുറഞ്ഞിട്ടുണ്ട്. എമിറ്റ് ചെയ്തിരുന്ന ഹീറ്റിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ട്.
അടുത്തത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ്. 1964 to 1971. 1964 തുടങ്ങി 1971 വരെ നീണ്ടു നിന്നതാണ് മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ. ഇവിടെ ഉപയോഗിച്ച ടെക്നോളജിയുടെ പേരെന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. IC എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? IC ചിപ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് സാധനം. ഇവിടെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഫോർട്രാൻ, കോബോൾ തുടങ്ങിയ ഹൈ ലെവൽ ലാംഗ്വേജ് സെക്കൻഡ് ജനറേഷനിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. തേർഡ് ജനറേഷനിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അന്ന് ഉപയോഗിച്ചിരുന്ന ചില തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ് IBM 360, IBM 370 തുടങ്ങിയവ. ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള ബേസിക് ഡെവലപ്പ് ചെയ്തത് തേർഡ് ജനറേഷനിലാണ്. അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് പ്രോസസ്സിംഗ് സ്പീഡ് വളരെ മെച്ചപ്പെട്ടിരുന്നു. പവർ കൺസംഷനും കുറവായിരുന്നു. അതുപോലെ എക്സ്പെൻസ് താരതമ്യേന വളരെ കുറഞ്ഞു, ലെസ് കോസ്റ്റ്ലി ആണ്. അടുത്തത് ഫോർത്ത് ജനറേഷനാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, നാലാം തലമുറ കമ്പ്യൂട്ടേഴ്സ് 71 തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഒരു തലമുറയാണ് ഫോർത്ത് ജനറേഷൻ. ഇവിടെ ഉപയോഗിച്ച ടെക്നോളജി മൈക്രോ പ്രോസസ്സേഴ്സാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകളുടെ സൈസ് വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് ഫോർത്ത് ജനറേഷനിലും ഉപയോഗിക്കുന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വളരെ ചെറുതാണ്, സൈസ് വളരെ ചെറുതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ വളരെ ഫാസ്റ്റുമാണ്. ആക്സസിങ് ആൻഡ് പ്രോസസ്സിംഗ് സ്പീഡ് വളരെ കൂടുതലുമാണ്. ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സാണ് IBM PC, ആപ്പിൾ II, ഇത് രണ്ടും. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് കൂടാതെ ഇനി വരാനിരിക്കുന്ന തലമുറ കൂടി ഫിഫ്ത്ത് ജനറേഷനിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയും. അതായത് കൃത്രിമമായി നിർമ്മിച്ച് നൽകുന്ന ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. ഇവിടെയും ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് AI എന്ന് പറഞ്ഞിട്ടുണ്ട്? AI or artificial intelligence is the ability to simulate human intelligence. ഇനി AI പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? AI ഉപയോഗിച്ച് അല്ലെങ്കിൽ AI ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ലിസ്പ്, പ്രൊലോഗ് ഇവ. ലിസ്പും പ്രൊലോഗും. നമ്മൾ പഠിച്ച 5 ജനറേഷനെയും കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തതുപോലെ തന്നെ ടീച്ചർ ഒരു ടേബിളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ ജനറേഷനിലും ഉപയോഗിച്ച ടെക്നോളജി, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് പഠിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. തേർഡ് മുതലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങിയത്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ജനറേഷനിലും ഉപയോഗിച്ച ലാംഗ്വേജ്, ഏത് പീരീഡിലാണ് ഈ ജനറേഷൻസ്, ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മലയാളത്തിൽ കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് നോട്ട്സ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതിൽ നിന്നും മലയാളം എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇത് എഴുതിയെടുക്കുമ്പോൾ
ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾ കൂടി ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയിലും ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾ കൂടി എഴുതിയെടുക്കണം. അത് ഇംഗ്ലീഷ് വേർഷനിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തണം. ഇനി എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ച കുറച്ചധികം ടേംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ചാപ്റ്ററുകളിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ ചാപ്റ്ററിൽ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതായത് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് പറഞ്ഞിരുന്നു അഗസ്റ്റ അഡ ലവലേസ് അല്ലേ, അഗസ്റ്റ അഡ കിങ്, ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. അതായത് ചാൾസ് ബാബേജ് അനലിറ്റിക്കൽ എൻജിൻ, ഡിഫറൻസ് എൻജിനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന പ്രോഗ്രാംസ് എഴുതിയിരുന്നത് അഗസ്റ്റ അഡ കിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെട്ടത് അഗസ്റ്റ അഡ കിങ് ആയിരുന്നു. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. നമ്മളിപ്പോൾ തന്നെ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ കുറിച്ച് തുടർന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വീണ്ടും പഠിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഇവിടെ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത് ഇപ്പോൾ ചെറിയ ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ ട്യൂറിംഗ് മെഷീൻ എന്ന കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് അലൻ ട്യൂറിംഗ് ആണ്. എ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ പ്രപ്പോസ്ഡ് ബൈ അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ചാൾസ് ബാബേജിനെ. തിരിഞ്ഞു പോവരുത്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നതും അലൻ ട്യൂറിംഗ് ആണ്. ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തതാണ് ട്യൂറിംഗ് ടെസ്റ്റ്. ഇത് ഉപയോഗിക്കുന്നത് ഒരു മെഷീൻ്റെ ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു മെഷീൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ട്യൂറിംഗ് ടെസ്റ്റ്. അപ്പോൾ ട്യൂറിംഗ് മെഷീനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. എ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നും ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും അറിയപ്പെടുന്നു. ഇനി ട്യൂറിംഗ് ടെസ്റ്റ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു ടെസ്റ്റാണ് ട്യൂറിംഗ് ടെസ്റ്റ്. ഇത് ഉപയോഗിക്കുന്നത് മെഷീൻ്റെ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ടു ഡിറ്റർമിൻ ഇൻ്റലിജൻസ് ഓഫ് എ മെഷീൻ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കുറച്ച് ടേംസ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏനിയാക്കിനെയാണ്. എന്താണ് ഏനിയാക്ക്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് അല്ലേ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന ഏനിയാക്കാണ് ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അടുത്തത് ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ മാർക്ക് 1. അടുത്തത് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ, അത് പാസ്കലൈനാണ്. ഇത് മൂന്നും നന്നായി മനസ്സിലാക്കി വെക്കുക. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. പക്ഷേ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ് ആണ്. ഇവ തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ടോപ്പിക്സാണ്, എങ്കിലും നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് അതിനെ 3 പാർട്ടാക്കി ചെയ്തിരിക്കുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. തീർച്ചയായും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.